എൻഡോമെട്രിയോസിസ് എന്ന് പറയുന്നത് വളരെയധികം വേദനാജനകമായ ഒരു കണ്ടീഷനാണ് യൂഷ്വലി. എന്നാൽ 20 മുതൽ 25% വരെയുള്ള ആളുകളിൽ എൻഡോമെട്രിയോസിസ് ഉണ്ടെങ്കിൽ പോലും അതൊരു സിംറ്റംലെസ് ആയി കണ്ടുവരാറുണ്ട്. സാധാരണയായി എൻഡോമെട്രിയോസിസ് ഉള്ളവരിൽ ലൗഡായി സിംറ്റംസ് കണ്ടുവരാറുണ്ട്. അതായത് സിവിയർ ആയിട്ടുള്ള മെൻസ്ട്രൽ പെയിൻ, അതേപോലെ തന്നെ ക്രമം തെറ്റിയുള്ള ആർത്തവം, മലം പോകുമ്പോഴും യൂറിൻ പാസ് ചെയ്യുമ്പോഴും എല്ലാം ബുദ്ധിമുട്ടുകൾ, ബന്ധപ്പെടുമ്പോഴുള്ള വേദന, ഇതെല്ലാം കണ്ടുവരാറുണ്ട്. എന്നാൽ ഈ പറഞ്ഞ ആളുകളിൽ സൈലന്റ് എൻഡോമെട്രിയോസിസ് എന്ന അവസ്ഥയുള്ള ആളുകളിൽ ഈ സിംറ്റംസ് ഒന്നും തന്നെ കണ്ടുവരാറില്ല. അതുകൊണ്ട് തന്നെ വർഷങ്ങളോളം ഇവർക്ക് ഈ ഒരു അവസ്ഥയുണ്ട് എന്നുള്ളത് കണ്ടുപിടിക്കപ്പെടാതെ പോകാറുണ്ട്. പിന്നീട് എപ്പോഴെങ്കിലും വേറെ എന്തെങ്കിലും രോഗാവസ്ഥയ്ക്കായി സ്കാൻ ചെയ്യുമ്പോഴായിരിക്കും ആക്സിഡൻ്റലി എൻഡോമെട്രിയോസിസ് ഉണ്ട് എന്നുള്ളത് കണ്ടുപിടിക്കപ്പെടുന്നത്. സൈലന്റ് എൻഡോമെട്രിയോസിസ് കൊണ്ടുള്ള കുഴപ്പം എന്തെന്നാൽ ബാക്കിയുള്ള ബുദ്ധിമുട്ടുകളൊന്നും നേരത്തെ തന്നെ ഇല്ലാത്തതിനാൽ തന്നെ ഏർലി ഡിറ്റക്ഷൻ അഥവാ നേരത്തെ ഈ കണ്ടീഷൻ ഡയഗ്നോസ് ചെയ്യാനും ചികിത്സ എടുക്കാനുമുള്ള ഒരു ചാൻസ് നഷ്ടപ്പെടുകയും ഇതിൻ്റെ കോംപ്ലിക്കേഷൻസിലേക്ക് ഇത് പോവുകയും ചെയ്തിട്ടുണ്ടാവാം. അതായത് സൈസ് വളരെ കൂടുകയും ഒട്ടിപ്പിടിക്കലുകൾ വന്നു ചേരുകയും എല്ലാം ചെയ്തിട്ടുണ്ടാവാം. അതുപോലെ തന്നെ ചെറുപ്പക്കാരിലാണെങ്കിൽ ഓവറിയിൽ ഈ എൻഡോമെട്രിയോട്ടിക് സിസ്റ്റ് വരുന്നത് മൂലം ഓവുലേഷൻ പ്രോപ്പറായി നടക്കാത്തതും ഫെലോപ്പിയൻ ട്യൂബ്സിൽ ഒട്ടിപ്പിടിക്കലുകൾ വരുന്നതിൻ്റെ ഭാഗമായി തന്നെ ഓവുലേഷനും ഫെർട്ടിലൈസേഷനും ഒക്കെ നടക്കാതെ ഇൻഫെർട്ടിലിറ്റിയിലേക്ക്, അതായത് കുഞ്ഞുങ്ങളില്ലാതെ ഇരിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരുകയും ചെയ്യാം. ഈ ഇൻഫർമേഷൻ ഉപകാരപ്പെട്ടുവെങ്കിൽ മറ്റുള്ളവരുടെ അറിവിലേക്കായി ഷെയർ ചെയ്യുക. താങ്ക് യു.